അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അംബിയാ ഔലിയാവ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്നതായ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികളെ അത് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മഹാന്മാർ മുമ്പ് ഇവിടെ അവരിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അവരിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ലോക മുസ്ലിങ്ങളുടെ വിശ്വാസത മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ് മഹാനാവുന്ന യൂസൈ നബി അലൈഹി സ്വലാത്തു വസ്സലാം യുദ്ധം ചെയ്യുമ്പോഴല്ലേ യൂസൈ നബി സൂര്യനോട് പറഞ്ഞു ഖിഫി യാ ശംസ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ, ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ ഇമാം ബുഖാരിയുടെ ഹദീസിലും ദുഅഫുണ്ട് എന്ന് പറയേണ്ടി വരും. ദഈഫായ ഹദീസുകളും ഇമാം ബുഖാരി തങ്ങൾ കിതാബ് കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. ഇമാം ബുഖാരി തങ്ങൾ കിതാബിൽ ബഹുമാനപ്പെട്ടവർ അവിടെ അവർ കൊണ്ടുവന്ന ഹദീസാണ്. മഹാനാവുന്ന യൂസൈ നബി യുദ്ധം ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോയി. സൂര്യനോട് മൂപ്പര് പറഞ്ഞു ഖിഫി യാ ശംസ്, സൂര്യനെ നീ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉടനെ മൂപ്പരൊരു കാര്യം പറഞ്ഞു, ഇന്നക്കി മഅ്മൂറ വ അന മഅ്മൂർ. നിന്നോട് ചില കൽപ്പനകളുണ്ട് സൂര്യൻ്റെ. അതെന്താ? നീനക്ക് ഒരു സഞ്ചാരപഥം അള്ളാഹു ആവുന്ന ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ സഞ്ചാരപഥത്തിൽ കൂടിയാണ് നീ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് നിനക്ക് അസ്തമിക്കാൻ, നിനക്ക് ഉദിക്കാനുള്ള സമയങ്ങളും ഞാൻ നിർണയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നാളിൻ്റെ ദിവസം ഇന്നാൾ നിന്നോട് നിൽക്കാൻ പറയും. അതാണ് ഇന്നക്കി മഅ്മൂറാൻ, എന്നോട് ചില കൽപ്പനകളുണ്ടാവും. വഅന മഅ്മൂർ, എന്നോട് കൽപ്പന ഉണ്ടെന്നാണ് യൂസൈ നബി പറയണത്. എന്നോടുള്ള കൽപ്പന എന്താ? നിന്നോട് നിൽക്കാൻ പറയാണ്. അപ്പോൾ യുദ്ധം കഴിയട്ടെ, എന്നിട്ട് എനിക്ക് സൂര്യനെ നിനക്ക് അസ്തമിക്കാം. ഇത് യൂസൈ നബി പറഞ്ഞു, സൂര്യ അവിടെ നിന്നല്ലേ. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. അങ്ങനെ ഈ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് അവർക്ക് ലൗഹിൽ അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികളെ മഹാനാവുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ലൗഹിലേക്ക് നോക്കി പലതും മൂപ്പർ മനസ്സിലാക്കി. മഹാന്മാരൊക്കെ മനസ്സിലാക്കിയില്ലേ? തുക്ശഫു ലഹും അൽ ഉമൂർ അൽ ഹഖായിഖുൽ ഉമൂർ അൽ മങ്കൂശത്തു ഫി ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തപ്പെടുന്ന ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുള്ളതായ ഹക്കായികളെ അവർക്ക് കശ്ഫ് ചെയ്യപ്പെടും. ആ മനുഷ്യൻ ജീവിക്കേണ്ട ഒരു സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് മനുഷ്യനിലുണ്ടായാൽ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവ ഗുണങ്ങളാണ്. അതാണ് ഇസ്തിഖാമത്ത്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ലോഹിലുള്ള അള്ളാഹു രേഖപ്പെടുത്തപ്പെട്ടതായ സംഗതികൾക്കുള്ള ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കൾക്കുള്ള ഹക്കായികളെ ലോഹിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് ആ വസ്തുക്കളിലും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ മേശ, ഇതിനെ സംബന്ധിച്ചൊരു വിവരം ലോഹിലുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? ഒരു ഭരണകർത്താവിൻ്റെ അടുത്ത് ആ ഭരണകർത്താവിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ളതായ ചെറുതും വലുതുമാവുന്ന സർവ്വസംഗതികളെ സംബന്ധിച്ചുള്ള വിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ ഭരണകർത്താവല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രത്യേകമാവുന്നതായ ആ സദസ് അള്ളാഹുവിൻ്റെ ആ സാന്നിധ്യത്തിൽ അള്ളാഹുവിൻ്റെ ഈ ലോകത്തുള്ള സർവ്വ മഖ്ലൂഖാത്തുകളെ സംബന്ധിച്ചുള്ള വിവരവും അവിടെ രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖ ഉണ്ട്. അതിൻ്റെ ഒരു റിക്കാർഡ് അവിടെ ഉണ്ട്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിലുള്ള ഓരോ വസ്തുക്കളെ സംബന്ധിച്ചുള്ള രേഖ ആ വസ്തുവിനും രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ ഇതിനെ പറ്റിയുള്ള ഒരു രേഖ, ഈ മേശനെ പറ്റിയുള്ള ഒരു രേഖ, ഇത് ലൗഹുൽ മഹ്ഫൂദിലുണ്ടാവും. ഇത് നിഷേധിക്കാൻ പറ്റുമോ? അത് നിഷേധിക്കാന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള നിഷേധമാണ്. അള്ളാഹുവിൻ്റെ ഭരണരൂപ സ്വഭാവത്തിനെ സംബന്ധിച്ച് നിഷേധിക്കലാണത്. അത് നിഷേധിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഏതൊരു ഭരണമാണെങ്കിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭരണത്തിനും പ്രത്യേകമാവുന്ന അതിന് റിക്കാർഡുകളുണ്ട്. റസൂൽ പറഞ്ഞില്ലേ, വാന അസ്മാഉ സ്വരീഫൽ അഖ്ലാം. മിറാജിൻ്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് കൊണ്ടുപോയത്. പക്ഷേ റസൂൽ പറഞ്ഞു വാന അസ്മാഉ സ്വരീഫൽ അഖ്ലാം, ഈ ഭരണവ്യവസ്ഥിതികളെ രേഖപ്പെടുത്തപ്പെടുന്നതായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അന്ന് നടക്കുന്നത്, ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും അത് രേഖപ്പെടുത്തപ്പെടുകയാണ്. ആ സമയത്തെ രേഖപ്പെടുത്തപ്പെടും, അതിന് മുമ്പേ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഓരോ വസ്തുക്കളോട് ബന്ധപ്പെട്ട രേഖകൾ ഈ വസ്തുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
ഈ വസ്തുവിലേക്ക് നോക്കിയിട്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് പറയാൻ കഴിയും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പറയാൻ കഴിയും, ഈ വസ്തു ഉണ്ടല്ലോ ഇത് ഇന്ന ആൾ പ്രസംഗിക്കുന്ന സമയത്താണ് ഇത് വീണ് പോകുകയെന്ന്. പക്ഷേ ഇതിനെപ്പറ്റി അറിയേണ്ട ഒരു എഞ്ചിനീയർക്ക് പറയാം ഇത് ഇത്ര കല്ലേ നിൽക്കുള്ളൂ, ഇന്ന സമയത്ത് ഇത് വീണ് പോകുമെന്ന് പറയാൻ കഴിയൂല. കാരണം ഇന്ന സമയത്ത് ഇത് വീണ് പോകും, അല്ലെങ്കിൽ ഒരു തെങ്ങ് ഒരു കവുങ്ങ് എന്താവട്ടെ അതിനെ സംബന്ധിച്ചുള്ള രേഖ അള്ളാഹു അയിമ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അവർ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ്. ഇതാണ് നമ്മളെ വിശ്വാസം. അവർക്ക് ലോകത്തുള്ള സർവ്വ ശബ്ദങ്ങളും അവർ കേൾക്കാൻ കഴിയും. അവർക്ക് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിക്കും. നമ്മൾ കേൾക്കുന്നത് പോലത്തെ നമ്മളിപ്പോൾ ലോകത്തുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കാനുള്ള സംവിധാനം നമ്മളെടുത്തില്ലേ. ആരോടും സംസാരിക്കാൻ വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കണില്ലേ. ഇതന്നെ മഹാനാവുന്ന ശേഖതങ്ങളും പറഞ്ഞിട്ടുള്ളൂ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ കാണുന്നു ശേഖ് പറഞ്ഞിട്ടില്ല. ഓരോ മനുഷ്യനെ സംബന്ധിച്ചുള്ള രേഖ ആ മനുഷ്യനിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ ഓരോ വസ്തുവിനെ സംബന്ധിച്ചുള്ള രേഖകൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നേ മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ.